എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിൻഡോ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയി വന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഷിഖ് അസീം. ഞാനൊരു ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറും കോണ്ടന്റ് ക്രിയേറ്ററുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഒരു പ്രൊഫഷണൽ ഫോൺ ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കാം. അതൊരു പുതിയ ജോലി ആയതുകൊണ്ട് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഫോണിലുള്ളതാണ്. അങ്ങനെ ഓരോ കമ്പനികളും ഏറ്റവും മികച്ച ക്യാമറ അവരുടെ ഫോണിൽ വെക്കാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മികച്ച ക്യാമറ വെച്ചാൽ മാത്രം പോരാ, ഇതിൽ നല്ല ഫോട്ടോകൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇതിനായിട്ട് ബ്രാൻഡുകൾക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം വേണ്ടി വരും. അങ്ങനെ ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ ഫോണിൽ ഓരോ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസാണ്. നിങ്ങൾ ട്രാവലോ ഫോട്ടോഗ്രാഫിയോ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു കോണ്ടന്റെങ്കിലും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ മുഖം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം വല്ലപ്പോഴൊക്കെ എൻ്റെ മുഖം ഞാൻ എൻ്റെ കോണ്ടന്റിൽ കാണിക്കാറുള്ളൂ. ഇതല്ലാതെ പിന്നെ എൻ്റെ ഒരു ശീലം കാരണവും കുറച്ചൊക്കെ ആളുകൾ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകളുടെ ഫോട്ടോകൾ ഞാൻ അവർക്ക് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നൊരു പതിവുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ വർക്കുകളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ഈ മെസ്സേജിലൊക്കെ ഉണ്ടാകുന്ന ഒരു കോമൺ ലൈനാണ്, ആഷിഖ് ബ്രോ, യു ആർ ലിവിങ് മൈ ഡ്രീം ലൈഫ്. എങ്ങനെ എനിക്കും ഈ ഒരു ജോലി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിങ്ങളെ പോലെ ആവാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ലൈഫ് ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. വെൽക്കം ടു മൈ TEDx ടോക്ക്. നമുക്കൊരു 12 വർഷം പുറകോട്ട് പോവാ. വർഷം 2013. ഐ എം ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാ ആളുകളും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ സ്വന്തം ചെലവിനുള്ള പൈസ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഞാൻ അതുവരെ പൂർണ്ണമായിട്ടും എൻ്റെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ഒരാളായിരുന്നു. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് എനിക്കിങ്ങനെ ഒരു കുറ്റബോധമായി തുടങ്ങിയിരുന്നു. എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പഠിക്കാനാണെങ്കിലോ ഞാൻ അതിനും അത്ര എടുക്കാനല്ല. അങ്ങനെ ഞാൻ എൻ്റെ കൺസേൺ എൻ്റെ ഉപ്പേനോട് പറഞ്ഞു. അപ്പം എൻ്റെ ഉപ്പ പറഞ്ഞു, അതിനെന്താ എൻ്റെ കൂടെ പാളയത്തേക്ക് പോര്, അവിടെ ഒരു കൊല്ലം പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് ഈ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തു തോന്നി. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പേൻ്റെ കൂടെ പാളയം മാർക്കറ്റിലെത്തി. മാർക്കറ്റിൽ കോഴിമുട്ട വിൽപ്പനയാണ് എൻ്റെ ഉപ്പേൻ്റെ ജോലി. ഉപ്പേൻ്റെ കൂടെ ചേർന്നിട്ട് ആ ഒരു ജോലി ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് ഇരുന്നത് സംഭവിച്ചത്, എൻ്റെ ഉപ്പയ്ക്ക് ഒരു ദിവസം ഒരു സ്ട്രോക്ക് വന്നു. ഉപ്പ പകുതി തളർന്നു പോയി. പിന്നീട് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉപ്പ പഴയ നിലയിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഉപ്പയ്ക്ക് പിന്നീട് അങ്ങോട്ട് റെസ്റ്റ് ആവശ്യമായിരുന്നു. വീട്ടിലെ മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് ഇനി ഫാമിലിനെ നോക്കേണ്ട കടമ എൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്ഥിരമായിട്ട് ഒരേ കാര്യം തന്നെ ചെയ്താൽ പെട്ടെന്ന് ബോറടിക്കുന്ന സ്വഭാവക്കാരനായ ഞാൻ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഞാൻ എൻ്റെ പാളയം മാർക്കറ്റ് ലൈഫുമായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് വളരെ ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു എനിക്ക്. ഈ കോഴിമുട്ട വിൽപ്പന അല്ലാതെ പെണ്ണ് വിൽക്കുന്ന ജോലി എൻ്റെ ഉമ്മ ഒഴിവ് സമയങ്ങളിൽ വീട്ടിൽ സർബത്ത് ഉണ്ടാക്കിയിരുന്നു, അത് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിൽക്കുക, അങ്ങനെ പല ജോലികൾ ചെയ്ത് ഞാൻ പഠിച്ചു. ആ സമയത്താണ് ഞാൻ എൻ്റെ ലൈഫിൽ അതുവരെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ പാഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നത്, ഞാൻ ഫോണിലൊക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോകൾ എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പാഷനെ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് 2017 അവസാനത്തോടു കൂടി എൻ്റെ 5 വർഷത്തെ സമ്പാദ്യം കൊണ്ട് ഞാൻ എൻ്റെ ആദ്യ ക്യാമറ സ്വന്തമാക്കി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഫോട്ടോകൾ നോക്കി മനസ്സിലാക്കിയും അതുപോലെ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോകൾ കണ്ടുമൊക്കെ ആ ക്യാമറയും കൊണ്ട് കോഴിക്കോടിൻ്റെ തെരുവുകളൊക്കെ കറങ്ങി നടന്ന് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങി. ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പല വഴിക്ക് പോയിരുന്നു. അപ്പം എല്ലാവർക്കും അവരുടേതായ ജീവിതം സെറ്റാക്കണമല്ലോ. അങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബാസിത്ത്, അവനൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നു. 2018 മാർച്ചോടുകൂടി അവൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരാളായി മാറിയിരുന്നു. അപ്പം ഞാൻ വരൂല ഉറപ്പുണ്ടായിട്ടും അവനോട് വെറുതെ ചോദിച്ചു, നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നതാണ്. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടൊരു ക്യാമറയും കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സ്പിത്തി വാലി ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനു മുമ്പേ ഞാൻ പോയിട്ടുള്ള ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഊട്ടി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മൂന്നാറൊക്കെയാണ്.
അതിലും അപ്പുറത്തേക്ക് ഞാൻ അതുവരെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ തണുപ്പിനോടുള്ള അനുഭവം, നമ്മൾ 2 ടീഷർട്ടും എയർലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തണുക്കൂലെന്നായിരുന്നു. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 2 ടീഷർട്ടും ഒരു റെയിൻകോട്ടും ആയിട്ട് ഞാൻ സ്പിത്തി വാലിയിലേക്ക് യാത്രയായി. സ്പിത്തിയിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല തണുപ്പായിരുന്നു. അന്ന് രാത്രി അവിടെ ടെമ്പറേച്ചർ -20 ആയിരുന്നു. ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഞാൻ കിടക്കുന്ന കിടക്കയും പുതപ്പും വരെ ഐസ് കട്ടയാണെന്ന് തോന്നി എനിക്ക്. ഞാനന്ന് മരിച്ചു പോകുന്ന വരെ എനിക്ക് തോന്നി. ഏതായാലും ഞാൻ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് റാഷിം എനിക്കൊരു വിന്റർ ജാക്കറ്റ് കൊണ്ടു തന്നിരുന്നു. അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് നല്ല തടിയൊക്കെ ഉള്ളൊരു ജാക്കറ്റാണ്. അപ്പോൾ അത് ഫോട്ടോയിൽ ഞാൻ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയുകൊണ്ട് ഈ ജാക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ബാസത്തിന് കൊടുത്തിരുന്നു. അപ്പം അതുള്ളതുകൊണ്ട് ബാസത്ത് ഓക്കെ ആയിരുന്നു. ഏതായാലും ആ ഒരു ട്രിപ്പ് എന്നെ കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണെങ്കിലും തിരിച്ചു വന്നേ പറ്റുള്ളൂ. അപ്പോൾ അഡ്വഞ്ചർ എന്ന പേരിൽ ഞാൻ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. ഏതായാലും പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ യാത്രകളിലൊക്കെ ഞാൻ എന്ത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പോകുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് നോക്കി അവിടുത്തെ ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാനുള്ള ഗിയറുകളൊക്കെ കൊണ്ടുപോകാൻ ഞാൻ പഠിച്ചു. ഏതായാലും സ്പിത്തി വരെ പോയതല്ലേ, ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടുത്തെ സ്ഥലങ്ങൾ കറങ്ങിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോകൾ എടുത്തു. അങ്ങനെ ഈ ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു തീരുമാനം ഞാൻ അവിടെ സ്പിത്തിയിൽ വെച്ച് എടുക്കുന്നത്. എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്ന് വരുമാനം കിട്ടുമോ അല്ലെങ്കിൽ ഇതൊരു ജോലിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വഴി, എനിക്ക് കുറച്ച് ജോലികൾ അറിയാലോ, ഞാൻ അത് ചെയ്യും, പൈസ സേവ് ചെയ്യും, എനിക്ക് ട്രാവൽ ചെയ്യാം, അത് കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്യുക, പൈസ സേവ് ചെയ്യുക, റിപ്പീറ്റ്. ഈ ഒരു പ്ലാനാണ് എൻ്റെ മുമ്പിലുള്ളത്. ഏതായാലും ട്രിപ്പ് കഴിഞ്ഞു, ഞാൻ എൻ്റെ പാളയം മാർക്കറ്റ് ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഞാൻ സ്പിത്തി വാലിയിൽ നിന്നും എടുത്ത ഒരു ഫോട്ടോ ആ ഇടയ്ക്ക് പല പോപ്പുലർ പേജുകളിലും ഫീച്ചർ ചെയ്ത് വരാൻ തുടങ്ങി. ഇതായിരുന്നു ആ ഫോട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ദിവസം ആ ഒരു ഇമെയിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ഫോൺ ബ്രാൻഡുകളിൽ ഒന്നിൽ നിന്നുമായിരുന്നു ആ ഒരു മെയിലിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങളുടെ പുതിയതായിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ഫോണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എന്താണ് അതിന് നിങ്ങളുടെ ചാർജ്? അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു സ്കാമാണ്, എന്നെ ആരോ പറ്റിക്കാൻ നോക്കുകയാണ്, അല്ലാതെ ഞാൻ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ആര് പൈസ തരാനാ. ഏതായാലും ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. അങ്ങനെ ഞാൻ അതിന് യെസ് എന്ന് മറുപടി അയച്ചു. അപ്പോൾ എനിക്ക് ഫോൺ അയച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമായി. അങ്ങനെ ഞാൻ ആ ഫോണും കൊണ്ട് കോഴിക്കോടൊക്കെ കറങ്ങി അവരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് August 15 പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഫോണിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ പകർത്തി. ഇതായിരുന്നു ആ ഫോട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അത്ര ഒരു ഗംഭീര ഫോട്ടോ ആയിട്ട് തോന്നൂലെങ്കിലും 2018 ഒരു 8000 രൂപയുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഏതായാലും ഞാൻ അവർക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്തവർക്ക് കൊടുത്തു. അവരെനിക്ക് പേയ്മെന്റ് തന്നു. അപ്പം എനിക്ക് ഫുള്ള് വിശ്വാസമായി. ഞാൻ വീണ്ടും തിരിച്ചെൻ്റെ പാളയം മാർക്കറ്റ് ലൈഫായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ മെയിൽ വരുന്നത്: നിങ്ങളുടെ വർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഞങ്ങളുടെ കൂടെ 1 വർഷം വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാനൊന്നും നോക്കിയില്ല, ഞാൻ അതിന് യെസ് പറഞ്ഞു. ഞാൻ എൻ്റെ ബാക്കി കച്ചവടവും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുടുംബത്തിനെ നോക്കാനും എൻ്റെ ട്രാവലിനെ കഷ്ടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്നുള്ള വരുമാനം എനിക്ക് മതിയായിരുന്നു. അപ്പോൾ 1 വർഷത്തേക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സോർട്ടഡ് ആണ്. അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജോലികൾ അറിയാലോ, എനിക്ക് തിരിച്ചു വരാം, ആ ജോലികളും ചെയ്ത് എനിക്ക് ജീവിക്കാം. ഇതായിരുന്നു എൻ്റെ മുമ്പോട്ടുണ്ടായിരുന്ന വഴിയിലെ ക്ലാരിറ്റി. എന്നാൽ എൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നോ എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ എന്നെ ഇന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരുടെ കണ്ണിലും ഒരു 5-6 പഠിപ്പൊക്കെ കഴിഞ്ഞ് മാന്യമായ ഒരു ജോലി ചെയ്ത് കുടുംബം നോക്കി മുമ്പോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു 5-6 വർഷത്തെ സമ്പാദ്യം എടുത്തിട്ട് ടൂർ അടിച്ച് തീർക്കാൻ പോകുന്നു. ഇതാണ് എല്ലാവരും ഈ ഒരു കാര്യത്തിൽ കണ്ടത്. ആഷിഖിനെ പോലെ ഒന്നും ആവില്ലേ മോനെ എന്ന് എൻ്റെ ഒരു കുടുംബക്കാരനോട് അവൻ്റെ ഉപ്പ പറയുന്നത് വരെ ഒരിക്കലും ഞാൻ കേട്ടു. ഏതായാലും ഇതൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ എൻ്റെ യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്തു. വർഷം 2019. ഞാൻ സ്പിത്തി വാലിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു അമ്മൂമ്മ ഇരുന്നിട്ട് യാക്കിൻ്റെ രോമത്ത് നിന്നും നൂലുണ്ടാക്കുന്ന ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച. ഞാൻ അവരുടെ അടുത്ത് പോയി അവരുടെ അനുവാദത്തോടു കൂടി അവരുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആദ്യം അവരൊന്ന് ചിരിച്ചു, പിന്നെ അവരുടെ ചിരിമെല്ലാം മാഞ്ഞുപോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾക്ക് ഫോട്ടോ ഇഷ്ടമായില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഫോട്ടോ ഒക്കെ ഇഷ്ടമായി, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, ഇനി ഞാനിത് കാണാൻ പോകുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും ആ ഒരു കാര്യം ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്യപ്പെടുന്ന ആളുകളാണ് സ്പിത്തി വാലിയിലുള്ളത്. എന്നാൽ ഈ ആളുകളുടെയൊക്കെ കയ്യിൽ അവരുടെ പ്രിന്റഡ് ഫോട്ടോ ഉണ്ടാവുക എന്നുള്ളത് വളരെ റയറാണ്. ഞാൻ ആ കാലത്തിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഒരുപാട് കുടുംബങ്ങളുടെ കൂടെ ഒരുപാട് വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെറുപ്പത്തിലേക്കുള്ള ഫോട്ടോസ് ഒരു നിധി പോലെ സൂക്ഷിച്ചത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.
മാത്രമല്ല അന്ന് 2019 അവിടെ ഇന്റർനെറ്റോ നെറ്റ്വർക്കോ ഒന്നുമില്ല. അപ്പൊ ആളുകൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ അങ്ങനെ പോലും അവർ ഫോട്ടോ എടുക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് അറിയാവുന്ന ഹിന്ദി വെച്ച് ഞാൻ അമ്മൂമ്മനോട് പറഞ്ഞു ക്യൂ നെയിമിലേക, എന്തുകൊണ്ട് കിട്ടൂല. ഞാൻ ആ അമ്മൂമ്മയുടെ പോസ്റ്റൽ അഡ്രസ്സ് കളക്ട് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഞാൻ അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്തു നോക്കി. ഞാൻ വീട്ടിൽ ചെന്ന് ഇത് പ്രിന്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അത് വളരെ ഈസി ആണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ യാത്രയിൽ കണ്ടുമുട്ടുന്ന എനിക്ക് മനോഹരമായ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഞാൻ ഈ തുടർന്ന് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഞാൻ എടുത്ത ആളുകളുടെ ഫോട്ടോയുടെ കൂടെ അവരുടെ അഡ്രസ്സും കൂടെ കളക്ട് ചെയ്യുന്നത് ഞാൻ പതിവാക്കി. പിന്നീട് 2021 ഞാൻ ആ ഒരു അമ്മൂമ്മയെ വീണ്ടും വിസിറ്റ് ചെയ്തിരുന്നു. ഞാൻ അവർക്ക് നേരിട്ട് ആ ഫോട്ടോ കൊണ്ടു കൊടുത്തു. പിന്നീട് ഒരിക്കലും ഞാൻ സ്പിത്തി വാലിയിൽ ഞാൻ താമസിച്ച ഒരു ഫാമിലി അവരുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തപ്പോൾ അതിന് എനിക്കൊരാൾ മെസ്സേജ് അയച്ചു. ഇതായിരുന്നു ആ ഫാമിലി. അപ്പോൾ ഇവരുടെ ഒരു അയൽവാസിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ആ സമയം 2021 അപ്പോഴത്തേക്ക് അവിടെ നെറ്റ്വർക്ക് ഒക്കെ വന്നു. അപ്പോൾ അയാളുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഇതെൻ്റെ അയൽവാസികളാണ്, നിങ്ങൾ എൻ്റെ വില്ലേജിൽ വന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഞാൻ അയാളോട് ഈ ഒരു ഫാമിലിയുടെ സുഖ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതിലുള്ള അമ്മൂമ്മ കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ ടൈമിൽ അവർ മരിച്ചുപോയിന്ന്. അപ്പം എനിക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ഞാൻ അവിടെ താമസിച്ച ആ ഒരാഴ്ച ഭാഷ അറിയില്ലെങ്കിലും എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചത് ആ ഒരു അമ്മൂമ്മയായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോസൊക്കെ എനിക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ യങ് ഏജിലുള്ള 1-2 ഫോട്ടോകളല്ലാതെ അവരുടെ പുതിയ ഫോട്ടോകളൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള നല്ലൊരു ഫോട്ടോ എടുത്ത് എനിക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നതിൽ മാക്സിമം വലുപ്പത്തിൽ പ്രിന്റ് ചെയ്ത് ഫ്രെയിം ചെയ്തിട്ട് ഞാനത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ഫോട്ടോ കൊടുക്കുമ്പോൾ പല ആളുകളും ചിരിക്കുന്ന സന്തോഷിക്കുന്ന കാഴ്ചകളാണ് ഞാൻ അതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ കൊടുക്കുമ്പോൾ ആളുകൾ കരയുന്ന കാഴ്ച അന്ന് ആദ്യമായിട്ട് ഞാൻ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ നിങ്ങൾ എടുത്ത നിങ്ങളുടെ ഒരു ഫേവററ്റ് ഫോട്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എടുക്കാത്ത എൻ്റെ ഒരു ഫേവററ്റ് ഫോട്ടോയുടെ സ്റ്റോറിയാണ്. രംഗം സ്പിത്തി വാലിയാണ്. ഞാൻ അവിടെ ഒരു വില്ലേജിൽ 2019 ഒരു വില്ലേജിൽ ഒരാഴ്ചയോളം താമസിച്ച് എൻ്റെ ട്രിപ്പിൻ്റെ എൻഡാണത്. അപ്പം ഞാൻ തിരിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ക്യാമറ ചാർജിൽ ഇട്ടിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കാണുന്നത്. ആ വില്ലേജിൻ്റെ അങ്ങേ അറ്റത്ത് സൂര്യൻ അസ്തമിക്കുകയാണ്. ഒരു കൂട്ടം ആടുകൾ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ നടക്കുമ്പോൾ പറക്കുന്ന ആ ഒരു പുകയിലൂടെ അല്ലെങ്കിൽ ആ ഒരു മണൽ പറക്കുന്നുണ്ട്. അതിലൂടെ സൂര്യരശ്മികൾ അരിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ച. പക്ഷെ എൻ്റെ ക്യാമറ ഞാൻ അവിടെ ചാർജിലിട്ടാണ്. അപ്പോൾ കയ്യിൽ ആകെയുള്ള ഒരു ഫോണിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിലും ദൂരത്തിലാണ് ഒരു സീൻ നടക്കുന്നത്. ഏതായാലും മിസ്സാക്കണ്ട വെച്ചിട്ട് ഞാൻ ആ ഫോൺ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ഞാൻ പകർത്തി. ഇതായിരുന്നു ആ ഫോട്ടോ. അപ്പം എനിക്ക് തോന്നി ഇത് ശരിക്കും ക്യാമറയിൽ നല്ല ഭംഗിയിൽ എടുക്കേണ്ട ഫോട്ടോ ആണെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസമായി വൈകുന്നേരമായി ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് സെറ്റായി റെഡി ആയി നിന്നു. ആടുകൾ വന്നു, പുക പറക്കാൻ തുടങ്ങി. പക്ഷേ സൂര്യപ്രകാശം വരുന്നില്ല. അന്നൊരു ക്ലൗഡി ഡേ ആയിരുന്നു. അപ്പോൾ സൺലൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. എനിക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പില്ല. എൻ്റെ ട്രിപ്പിൻ്റെ എൻഡാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ബാക്കി ബസ് ബുക്കിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മനസ്സോടെ ഞാൻ അവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്തു. പിന്നീട് 2021 ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവിടെ ചെന്നു. 3 ദിവസത്തോളം ഞാൻ ആ ഒരു വില്ലേജിൽ താമസിച്ചു. പക്ഷെ ഞാൻ ആദ്യം കണ്ട ആ ഒരു ഭംഗിയിൽ ആ ഒരു ഫോട്ടോ പിന്നെ വീണ്ടും സംഭവിച്ചില്ല. അതിൽ ആ ഫോട്ടോ എടുക്കാനുള്ള എൻ്റെ ശ്രമം ഞാൻ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഇനി ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് ഞാൻ എടുക്കാത്ത എൻ്റെ ഏറ്റവും ഫേവററ്റ് ഫോട്ടോ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ കശ്മീരിൽ നിന്നും എടുത്ത ഒരു ഫോട്ടോ ആണ്. ഒരേ സ്ഥലം വിവിധ സീസണുകളിൽ എങ്ങനെ ചേഞ്ച് ആവുന്ന ഈ ഒരു ഫോട്ടോയിലൂടെ കാണാം. ഇത് ഒരേ സ്ഥലത്തിൻ്റെ ഒരേ സ്പോട്ടിൽ നിന്നും എടുത്ത സമ്മർ, ഓട്ടം, വിന്റർ സീസണിലെ ഫോട്ടോസാണ്. അപ്പോൾ ഇതെടുക്കാനായിട്ട് ഞാൻ 3 സീസണുകളിലായിട്ട് ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ യാത്ര തുടങ്ങിയിട്ടിപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം 100 കണക്കിന് ആളുകൾക്ക് അവരുടെ പ്രിന്റഡ് ഫോട്ടോ കൊണ്ടു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അവരും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഫോട്ടോ കൊടുക്കുന്ന പരിപാടി ചെയ്യാറുണ്ടെന്ന് എനിക്ക് വല്ലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. ചില ആളുകളൊക്കെ അത് ചെയ്യുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് പാളയം മാർക്കറ്റിൽ ഇരുന്ന ആ ഒരു 20 വയസ്സുകാരൻ അന്ന് സ്വപ്നത്തിൽ പോലും കാണാതിരുന്ന പല നേട്ടങ്ങളും അംഗീകാരങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് വന്നു ചേർന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് കൾച്ചർ ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു ആർട്ട് എക്സിബിഷൻ
അവിടെ വെച്ച് ഇത് ഞാൻ കണ്ണൂരിലെ പെർളശ്ശേരി ടെമ്പിളിന്റെ സ്റ്റെപ്പ് വെല്ലിന്റെ ഒരു ഏരിയൽ ഫോട്ടോ ആണ്. ഈ ഫോട്ടോയോട് കൂടെ നമ്മുടെ കേരളത്തിന്റെ പേര് ആ ഒരു എക്സിബിഷനിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. ട്രാവൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡും എന്നെ തേടിയെത്തി. പിന്നെ ഗൂഗിൾ അവരുടെ ഇന്ത്യൻ വാൾപേപ്പേഴ്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത 3 ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരാളാവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡിനെ സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഡ്രീം ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളായിട്ട് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ പല ബ്രാൻഡുകളായിട്ട് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ അന്ന് മറ്റാളുകൾ പറഞ്ഞതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാതെ, ഞാൻ എൻ്റെ പഴയ ജോലിയുമായിട്ട് ഒതുങ്ങിക്കൂടാതെ എൻ്റെ പാഷനെ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ മുമ്പോട്ടുള്ള എൻ്റെ വഴിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയത് കൊണ്ടാണ്. പാഷൻ പ്രൊഫഷൻ ആക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു അഡ്വൈസ് ആയിരിക്കില്ല നിങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നല്ല പൈസ കിട്ടുന്ന ഒരു ജോലി നിങ്ങൾ സമ്പാദിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ഇൻകം സോഴ്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ പാഷനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്നും ഒരിക്കൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ജനറേറ്റ് ആയി നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം വലുപ്പത്തിൽ അതിൽ നിന്നും ഇൻകം വരുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിനെയോ ജോലിയോ സൈഡാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഫുൾ ടൈം സ്വിച്ച് ചെയ്യാം. എൻ്റെ ഒരു അനുഭവത്തിൽ പാഷനെ പ്രൊഫഷൻ ആക്കാനുള്ള ഏറ്റവും സേഫായ പോസിബിളായ മാർഗം ഇതാണ്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഫോട്ടോഗ്രാഫി തന്നെ ആവണമെന്നില്ല കേട്ടോ, അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്തും ആയിക്കോട്ടെ, അത് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ, പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും അത് തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, വീണ്ടും ബെറ്റർ ആവാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കഴിവിനെ വേണ്ട ആവശ്യമുള്ള ആളുകൾ ഒരിക്കലും അതിനെ കണ്ടെത്തും. അതിലൂടെ വിജയം നിങ്ങളുടെ അടുത്ത് വന്ന് എത്തുതന്നെ ചെയ്യുന്നതാണ് എൻ്റെ ലൈഫിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ആഷിഖിനെ പോലെ ആവരുതെന്ന് പറഞ്ഞ എൻ്റെ ഒരു കുടുംബക്കാരനില്ലേ, അവനോട് പിന്നീട് ഒരിക്കലും അവൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടു, ആഷിഖിനെ പോലെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൂടെ മോനെ. താങ്ക് യു.